ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നികുതി വലിയ തോതിൽ ഒരു വിഷയമാണ്. നികുതി ഭീകരത എന്ന പദം പലപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്ന് കേൾക്കുന്നതുമാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയേക്കാൾ കുറവാണ് ശരാശരി അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്ക ചുമത്തുന്ന ടാരിഫ്. ഇതിനെ ഒന്ന് ക്രമീകരിക്കുക, അങ്ങനെ അടവശിഷ്ട നിലയിലെ വലിയ അന്തരം മാറ്റുക, ഇത് ട്രംപിൻ്റെ ആഗ്രഹമാണ്. ഭാരതം അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് ട്രംപ് മോദി ഉച്ചകോടിയിൽ കണ്ടത്. നോക്കൂ, $500 ബില്യൺ ഓഫ് ട്രേഡ്, ബൈലാറ്ററൽ ട്രേഡ്, ഇതാണ് ലക്ഷ്യം. അത് ബൈ ദ ഇയർ 2030 ആകുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള 160 ബില്യൺ ബൈലാറ്ററൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയിലധികമാക്കി മാറ്റുക. നിലവിൽ അടവശിഷ്ട നിലയിൽ ഇന്ത്യക്കാണ് മെച്ചം. ഒരു 100 ബില്യൺ, ട്രംപിൻ്റെ കണക്കനുസരിച്ച് ഒരു $100 ബില്യൺ 70-80 ബില്യനാണ് യഥാർത്ഥത്തിൽ എന്ന് തോന്നുന്നു. അത്ര ഡോളേഴ്സിൻ്റെ ശിഷ്ടം അല്ലെങ്കിൽ ബാലൻസ് ഇന്ത്യക്കുണ്ട്. അപ്പം അത് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരിക, അതിന് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട നീക്കം, അത് ട്രംപിൻ്റെ ഒരു പ്രത്യേക താല്പര്യം കൂടി കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ബഡ്ജറ്റിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നികുതിയിൽ ചെറിയ കുറവ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കുറവ് വന്നത്. ഇനി വരാൻ പോകുന്നത് വളരെ വലിയ തോതിലുള്ള ഒരു 10-year ഫ്രെയിമിലുള്ള ഡിഫൻസ് കോഓപ്പറേഷനാണ് ഇൻ ദ പൈപ്പ് ലൈൻ. അതേക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറായി, അതേക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും വന്നു കഴിഞ്ഞു. അതിൽ മുഖ്യമായി നിൽക്കുന്നത് ഈ വിമാന ഇടപാടാണ്. യുദ്ധവിമാനങ്ങൾ, സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ്, അത് F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇന്ത്യക്ക് എക്കാലത്തും കിട്ടാക്കനിയായിരുന്നു. അത് പാകിസ്ഥാനും സൗദി അറേബ്യയ്ക്കും ഉൾപ്പെടെ അമേരിക്ക വിൽക്കുമ്പോൾ ഭാരതത്തിന് അത് നൽകാൻ ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ലായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ സാങ്കേതികമായി എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള പ്രതിരോധ സഹകരണം, പ്രതിരോധ ഉപകരണങ്ങളുടെ, എക്യുപ്മെൻസിൻ്റെ, വിമാനങ്ങളുടെയൊക്കെ ഇറക്കുമതി സംഭവിക്കാനുള്ള കാര്യമുണ്ട്. അതാണ് ഒന്ന്. രണ്ട്, അമേരിക്കയുടെ തന്നെ പോളിസിയാണ്, ട്രംപിൻ്റെ പോളിസിയാണ് ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ നിക്ഷേപം വളരെ വലിയ തോതിൽ അമേരിക്കയുടെ മണ്ണിലുണ്ട്. അത് പൂർണ്ണമായി എക്സ്ട്രാക്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് പാരീസ് പ്രോട്ടോക്കോളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങി. അതുകൊണ്ട് ഈ പൊല്യൂട്ടൻ്റായ ഹൈഡ്രോ കാർബൺസിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചു നിർത്തുക എന്ന നയത്തിൽ നിന്നും അമേരിക്ക പിന്നാക്കം പോയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ വലിയ തോതിലുള്ള ഈ എനർജി ഉപാധികൾ ഉണ്ടാവും. ഇന്ത്യക്ക് ആവശ്യമുള്ളതും അത് തന്നെയാണ്. ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും റഷ്യയിൽ നിന്നും. അത് ഇന്ത്യ റൂബിൾ ടേംസിലുള്ള ട്രേഡ് നടക്കുന്നു. അതുപോലെ മധ്യപൗരസ്യ പ്രദേശത്തെ ഒരു ഡൈവേഴ്സിഫൈഡ് മാനറിലുമാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യക്ക് ആത്യന്തികമായി ചെയ്യേണ്ടി വരുന്നതും വലിയ തോതിൽ അമേരിക്കയിൽ നിന്നും ഈ ഹൈഡ്രോകാർബൺ ഇറക്കുമതി, ക്രൂഡ് ഓയിൽ ഇറക്കുമതി, അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഇറക്കുമതി അത് വേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ അടവശിഷ്ട നിലയിൽ ഒരു ബാലൻസ് അവിടെ പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിസിനസ് ടേംസിൽ ട്രംപ് എപ്പോഴും കാണുന്നത് ബിസിനസ് ടേംസിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ട്രംപ് മോദിയെ വിശേഷിപ്പിച്ചിരുന്നത് ടഫ് ബാർഗെയിനർ, ടഫ് നെഗോഷിയേറ്റർ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് പേഴ്സൺ ടു ഡീൽ വിത്ത് വെൻ ഇറ്റ് കംസ് ടു ട്രേഡ് നെഗോസിയേഷൻ. അതിന് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ കാര്യമായി ഇളവുകൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപ് മോദിയുമായി കാണുന്നതിന് തൊട്ട് മുൻപത്തെ മണിക്കൂറുകളിൽ ഒരു പ്രഖ്യാപനം നടത്തി. റെസിപ്രോക്കൽ ടാരിഫ് ഉണ്ടാകും. അമേരിക്കയിൽ നിന്നും ഏത് രാജ്യത്തേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്താലും ആ രാജ്യം ചുമത്തുന്ന ടാരിഫിന് തത്തുല്യമായ ടാരിഫ് ആ രാജ്യം അമേരിക്കയിലേക്ക് വസ്തുക്കൾ കയറ്റുമതി ചെയ്യുമ്പോൾ ചുമത്തുമെന്ന റെസിപ്രോക്കൽ ടാരിഫ് അത് ഇന്ത്യക്കും ബാധകമാണ്. ഇന്ത്യക്ക് മാത്രമായി പ്രത്യേക കൺസെഷൻസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പക്ഷേ ആകമാന ക്രമത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പ്രതിരോധ രംഗത്തെ സഹകരണം എന്ന് പറയുമ്പോൾ അത് ഇക്കണോമിക് കോഓപ്പറേഷൻ കൂടിയാണ്, അത് ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ കൂടിയായി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഇൻഡോ US ട്രേഡ് എക്കാലത്തെയും ഉയർച്ചയിൽ നിൽക്കുകയും ഇന്ത്യ ഉദ്ദേശിക്കുന്ന 2030 500 ബില്യൺ എന്നതിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു റീസണബിൾ ഫിഗറിലേക്ക് എത്തും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയല്ല, അമേരിക്ക എത്തുന്ന ഒരു ഘട്ടം അനധിവിദൂരമായ ഭാവിയിൽ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. മാറിവരുന്ന ജിയോപൊളിറ്റിക്സ്, മാറിവരുന്ന ശാക്തിക സമവാക്യങ്ങളിൽ ഒരുപക്ഷെ അത് കൺവേർജൻസ് ഓഫ് അമേരിക്കൻ ആൻഡ് ഇന്ത്യൻ ഇൻട്രസ്റ്റ്
ഓൺ ദിസ് മാറ്റർ. അതുകൊണ്ട് തീർച്ചയായും സ്വാഗതാർഹമായ രീതിയിലാണ് ഇത് പോകുന്നത്. വിവാദ വിഷയങ്ങളിൽ നിന്നും പരമാവധി അകലം പാലിക്കാൻ രണ്ട് നേതാക്കളും ശ്രമിച്ചു. ഒരു വിവാദ വിഷയം മാത്രമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അത് ഒരുപക്ഷെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗൗതം അദനിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ മോദി പറഞ്ഞു, ഒരു വ്യക്തിയുമായി, രണ്ട് രാഷ്ട്ര നേതാക്കൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അദ്ദേഹം ആര് തന്നെ ആയിരുന്നാലും പരാമർശങ്ങൾ അനുചിതമാണ് എന്ന ഒറ്റ വാക്കിൽ അത് ഒതുക്കുകയും പരമാവധി വൈകാരികമായ വിഷയങ്ങളിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യാൻ രണ്ട് നേതാക്കളും പരമാവധി ശ്രദ്ധിച്ചു എന്ന് പ്രത്യേകമായി നമുക്ക് കാണാവുന്നതാണ്.